നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ടും മുന്നേറ്റമില്ലാതെ ദുഃഖവും ദുരിതവും വിട്ടൊഴിയാതെ എന്തോ ഒരു അദൃശ്യ തടസ്സം നമ്മളെ പിറകെ പിന്തുടരുന്നത് പോലെ പലർക്കും തോന്നിയിട്ടുണ്ടാകാം. കഷ്ടപ്പാടുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുമ്പോൾ ഇതിന് ഒരു അവസാനം ഉണ്ടാകുമോ എന്ന ചോദ്യം മനസ്സിൽ ഉയരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായി തന്നെയാണ്. ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത് സാധാരണ ഒരു ജ്യോതിഷ ഉപദേശമോ അനുമാനമോ അല്ല. തലമുറകളായി നമ്മളെ കാത്തു സൂക്ഷിച്ചു വെച്ച കുടുംബദേവതയുടെ പരദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ എത്രമാത്രം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളുടെ മൂലകാരണം ഗ്രഹദോഷങ്ങളോ ഭാഗ്യക്കുറവോ അല്ല, മറിച്ച് നമ്മൾ മറന്നുപോയ കുടുംബക്ഷേത്രവും കുടുംബദേവതയും തന്നെയാകാം. അവിടെ നിന്നാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത്. ഈ വീഡിയോ ഒരു മുന്നറിയിപ്പാണ്, അതേസമയം ഒരു വഴികാട്ടിയും കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഉയർച്ച തടയപ്പെടുന്നു, ദുഃഖങ്ങൾ ആവർത്തിക്കുന്നു, പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നില്ല എന്നതിന്റെ ആത്മീയ കാരണം എന്താണെന്ന് ശാന്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു നിമിത്തം മാത്രമാണ് ഇത്. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഏതെങ്കിലും ഒരിടത്ത് തട്ടിയാൽ അത് യാദൃച്ഛികമല്ല, അത് ആത്മീയ ബന്ധത്തിലേക്കാണ് ഇനി നമ്മൾ ഒരുമിച്ച് കടക്കാൻ പോകുന്നത്. കുടുംബദേവത സംപ്രീതിയല്ല, കുടുംബദേവതയുടെ ദുഃഖം നിഴലായിരിക്കുകയാണ്. അല്ലെങ്കിൽ കുടുംബദേവതയെ വേണ്ട രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര കൊലകൊമ്പനാണ്, ലോകം മുഴുവൻ കീഴടക്കിയവനാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉയർച്ചയും ഉണ്ടാകില്ല. നാശമായിരിക്കും വന്നു ചേരുന്നത്. നിങ്ങൾ ഇനി ഈ ലോകത്തെ ഏറ്റവും വലിയ ജ്യോത്സ്യന് കൊണ്ടുപോയി കാശ് കൊടുത്തിട്ട് പരിഹാരം വാങ്ങി അല്ലെങ്കിൽ പരിഹാരക്രിയ ചോദിച്ചു വാങ്ങിയിട്ട് വന്നാലും ആ പരിഹാരക്രിയ ഒന്നും നിങ്ങൾക്ക് ഏൽക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഇനി ആരും ആയിക്കൊള്ളട്ടെ, ഏത് ജ്യോത്സ്യൻ പണ്ഡിതനും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഏത് പരിഹാരവും പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അതൊന്നും ഏൽക്കില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ലോകത്ത് ഏത് മഹാക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും അത് ഗുരുവായൂർ ആയിക്കൊള്ളട്ടെ, ചോറ്റാനിക്കരയിലായിക്കൊള്ളട്ടെ, ശബരിമല ആയിക്കൊള്ളട്ടെ, ഏത് വലിയ അമ്പലമാവട്ടെ, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ ഇരിക്കുന്ന മൂർത്തി നിങ്ങളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുടുംബദേവതയോടാണ് ചോദിക്കുന്നത്. കുടുംബദേവത ദുഃഖിതയാണ്, കുടുംബദേവത മൗനമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര മഹാക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞാലും, ഇനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാതെ നടക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാലും ഒരു ഫലവുമില്ല എന്നുള്ളതാണ്. വെള്ളത്തിൽ വരച്ച വര പോലെ ആകും നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രയും വലുതാണ്. കുടുംബദേവതയുടെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കുടുംബദേവത 100% സന്തുഷ്ട അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾ ദുഃഖവും ദുരിതവും ഒഴിയില്ല എന്നുള്ളതാണ്. വരും തലമുറകൾ ഒക്കെ അതിൻ്റെ ദുഃഖങ്ങളും ദുരിതവും അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് തന്നെ ആരോടും ചോദിക്കേണ്ട, നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവതയെ വേണ്ട രീതിയിൽ, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിയെ അല്ലെങ്കിൽ ദേവനെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഭഗവതി വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? പൂജകൾ ചെയ്യുന്നുണ്ടോ? വഴിപാടുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളോട് സ്വയം ചോദിക്കൂ. വേറെ ആരോടും പറയണ്ട. ഞാൻ ഈ പറയുന്ന വീഡിയോ ഒരു നിമിത്തമായി എന്ന് കരുതിക്കൊള്ളൂ. സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. ഇല്ല എന്നാണ് നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്ക് നൽകുന്ന ഉത്തരമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും തീരും, എല്ലാ മനപ്രയാസവും തീരും, ജീവിതം വെച്ചടി ഉയരും എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട. നന്നാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ആത്മാർത്ഥമായിട്ട് കേൾക്കൂ, അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കുടുംബദേവത എന്ന് പറയുന്നത് 7 തലമുറയിൽപ്പെട്ട പൂർവികർ
വെച്ച് ആരാധിച്ചു വരുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലർക്ക് കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയില്ല. അത് ഓരോ സമുദായത്തിനും ഓരോ രീതിയിൽ ആണ്. അച്ഛൻ വഴിക്കും ചിലർ കണക്കാക്കും, ചിലർ സമുദായങ്ങൾക്കും അത് അമ്മ വഴിക്കുമാണ്. അപ്പോൾ ഓരോ സമുദായത്തിനും അനുസരിച്ചാണ് അതുള്ളത്. നിങ്ങളുടെ ആ ഒരു സമുദായത്തിനനുസരിച്ച് കുടുംബക്ഷേത്രം എങ്ങനെയാണോ കണക്കാക്കുന്നത്, അച്ഛൻ വഴിക്കായാലും അമ്മ വഴിക്കായാലും കണക്കാക്കുന്നത്. ആദ്യം നിങ്ങളുടെ മുതിർന്നവരുടെ അടുത്ത്, അതായത് നിങ്ങളുടെ കുടുംബത്തിലെ തലമുതിർന്നവരുടെ അടുത്ത്, വയസ്സായവരുടെ അടുത്ത്, പ്രായമായവരുടെ അടുത്തേക്കൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. അത് ചിലർക്ക് അച്ഛൻ വഴിക്ക് ആയിരിക്കും, ചിലർക്കത് അമ്മ വഴിക്കും ആയിരിക്കും. എൻ്റെ ഒരു എളിയ അപേക്ഷ എന്ന് പറഞ്ഞാൽ അച്ഛൻ വഴിയും അമ്മ വഴിയും സമുദായം ഏതുമായിക്കൊള്ളട്ടെ, അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഒന്നും നോക്കണ്ട, രണ്ടും അമ്പലം തന്നെയല്ലോ. അപ്പോൾ അച്ഛൻ വഴിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അമ്മ വഴിക്കും പ്രാർത്ഥിച്ചോളൂ. എങ്ങനെ നോക്കിയാലും നമുക്ക് അച്ഛനെയും അമ്മയും വേർതിരിച്ചു പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയും നമുക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രണ്ടു വഴിക്ക് എന്നുള്ള ക്ഷേത്രത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊള്ളട്ടെ, ഏറ്റവും നല്ലത് തന്നെയാണ്. അല്ല, സമുദായം പറയുന്ന രീതിയിലാണ് നിങ്ങൾക്ക് നോക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. രണ്ടു വഴിക്കും നോക്കുന്നത് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണ്, എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പൂർവികരോട് ചോദിച്ച് അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളോടൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ആരും അങ്ങനെ ചോദിക്കാനില്ല, ചോദിച്ചിട്ട് അവർക്കൊട്ടും അറിയില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജ്യോതിഷ പണ്ഡിനെ കണ്ടിട്ട് പ്രശ്നം വെച്ച് നോക്കുക. ഏതാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയാൻ പറ്റില്ല, ഏത് മൂർത്തി ഭാവത്തിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കൊടിമരം ഒക്കെയുള്ള വലിയ ക്ഷേത്രം ആ മൂർത്തിഭാവത്തിൽ ഉള്ളത് ഏതാണോ അവിടെ പോയി നിത്യേനെ പ്രാർത്ഥിച്ചാലും മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർ നിങ്ങളുടെ മുതിർന്നവരുടെ അടുത്ത് ചോദിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ക്ഷേത്രം അറിയുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് എല്ലാ മാസവും അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന വിധം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബദേവതയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടും. ആ അമ്മ അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ ആ ദേവൻ നിങ്ങളെ ഇങ്ങനെ അനുഗ്രഹം വർഷം കൊണ്ട് മൂടും. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ രക്ഷക്കായിട്ട്, നമ്മളുടെ കുലത്തിന്റെ നന്മയ്ക്കായിട്ട്, നമ്മളുടെ ആ കുടുംബത്തിലുള്ള വ്യക്തികളുടെ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട അല്ലെങ്കിൽ നിലകൊള്ളുന്ന ആദ്യത്തെ ദൈവസ്വരൂപമാണ്, ആദ്യത്തെ ദേവനാണ് അല്ലെങ്കിൽ ദേവിയാണ് കുടുംബദേവത എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടുംബദേവതയ്ക്ക് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ നിത്യം ചെയ്യുക, എല്ലാ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസവും പോവുക എന്നുള്ളതാണ്. ഇല്ല, ഒരുപാട് ദൂരെയാണ്, നിങ്ങൾ വിദേശത്താണ്, അന്യനാട്ടിലാണ് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടത് നിങ്ങൾ മറ്റേ ആരെങ്കിലും കൊണ്ട്, നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ പരിചയക്കാരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും എല്ലാ മാസവും അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എത്തിച്ചു കൊടുക്കേണ്ടത്, ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് ഒരൽപ്പം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള എണ്ണയും തിരിയും വാങ്ങി നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഐശ്വര്യമുള്ള കാര്യം. എണ്ണ വഴിപാട് എന്ന് പറഞ്ഞാൽ അത്രയേറെ ശ്രേഷ്ഠമാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ അവിടേക്ക് നിങ്ങളാൽ കഴിയുന്ന, നിങ്ങൾ ഒരു 100 രൂപ വരുമാനക്കാരനാണ്, 100 രൂപ വരുമാനക്കാരനാണ്, ഒരു മാസം 1 രൂപയെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ 1 രൂപയ്ക്കുള്ളത് നിങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ 1 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ആയിരങ്ങളും കോടികളുമാകാൻ നിങ്ങളെ ആ കുടുംബദേവത സഹായിക്കും എന്നുള്ളതാണ്. ആ നിങ്ങളുടെ വരുമാനത്തിന്റെ 1% ഒരൽപ്പം എടുത്ത് ആ കുടുംബദേവതയ്ക്ക് എല്ലാ മാസവും അവിടെ എത്തിച്ചു നൽകുക. അത് എണ്ണ തിരിയുമായിട്ടായാൽ അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങളായിട്ടായാൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ആവശ്യം
അറിഞ്ഞായാൽ അത് ഏറ്റവും നല്ലത്. അയ്യോ, ഞാനൊരു പാവപ്പെട്ടവനാണ് ദൈവമേ, എനിക്ക് അതിനു മാത്രം ഒന്നും കൊടുക്കാനില്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ കോടീശ്വരൻ ആകണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 100 രൂപ ആണ് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അതിൽ നിന്ന് 1 രൂപ എടുത്ത് നിങ്ങൾ കൊടുക്കൂ. ആ കാണിക്കയിൽ 1 രൂപ സമർപ്പിച്ച് ഭഗവാനെ, എൻ്റെ ഈ മാസത്തെ പങ്ക് ഇതാണ്. ഭഗവാനെ, അങ്ങേക്ക് അറിയാമല്ലോ എനിക്ക് ഇത്രയും രൂപയേ ഉള്ളൂ വരുമാനമെന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് ആ 1 രൂപ കൊണ്ടുപോയി ഒന്ന് ഇട്ടു നോക്കിക്കേ. ഒന്നും വേണ്ട, കോടികളുടെ വഴിപാടോ അല്ലെങ്കിൽ കോടികളുടെ പൂജയോ തന്ത്രമോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് 2 കൈകളും നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കും. വെച്ചടി 100 രൂപ വരുമാനക്കാരൻ കോടികളുടെ വരുമാനക്കാരനായി മാറും. സത്യമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ 4-5 അംഗങ്ങൾ എങ്കിലും അല്ലെങ്കിൽ 3 അംഗങ്ങൾ എങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണുമല്ലോ, അല്ലെങ്കിൽ 2 പേര് കാണുമല്ലോ. ഈ വ്യക്തികളുടെ പിറന്നാൾ ദിവസം ആ കുടുംബക്ഷേത്രത്തിൽ ഒരു പായസം കഴിപ്പിക്കുക ഏറ്റവും നല്ലതാണ്. പലരും മറന്നുപോകുന്ന കാര്യമാണ്. ലോകത്തുള്ള എല്ലാവർക്കും നമ്മൾ ട്രീറ്റ് ചെയ്യലാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുക, ആഘോഷങ്ങൾ നടത്തുക, എല്ലാവർക്കും മധുരം വിതരണം ചെയ്യുക. കുടുംബദേവത അവിടെ നിൽക്കുകയാണ്. ആ കുടുംബദേവതയ്ക്ക് ഒരു പായസം ഒന്ന് കഴിപ്പിച്ച്, എൻ്റെ മകൻ്റെ പിറന്നാളാണ് ഈ മാസത്തിലെ തുലാമാസത്തിലെ ഈ ദിവസം, തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രം എൻ്റെ മകൻ്റെ പിറന്നാളാണ്. അച്ഛനമ്മമാർ എല്ലാവരെയും വിളിച്ചു പറയും, വലുതായിട്ട് ആഘോഷിക്കും, ഫോട്ടോയൊക്കെ എടുക്കും. എല്ലാം നല്ലത്. ആ കുടുംബദേവതയ്ക്ക് അന്നേ ദിവസം രാവിലെ ഒരു പാൽപ്പായസം കഴിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പായസം കഴിപ്പിച്ച് ഏറ്റവും മനോഹരമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും കിട്ടും എന്നുള്ളതാണ്. ഭഗവതി അങ്ങ് വാരിക്കോരി ചൊരിയും. ഭഗവാൻ അങ്ങ് എല്ലാ അനുഗ്രഹവും നൽകും. നന്നായി വരട്ടെ എന്ന് പറയൂ. അതിൽ പരം ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ്. ആ കുടുംബദേവതയ്ക്ക് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ പിറന്നാൾ ദിവസം എന്നാണോ അന്ന് നക്ഷത്രം വരുന്ന ദിവസമായിക്കൊള്ളട്ടെ, അല്ല നിങ്ങൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അത് അറിഞ്ഞില്ല ഉള്ളത് കൊണ്ട് വേണ്ട. ഏത് ദിവസമാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മനസ്സിരുത്തിക്കൊണ്ട് ആ ഭഗവതിക്ക് ഒരു പായസം കഴിപ്പിക്കുക ഏറ്റവും നല്ലത്. ഇനി മൂന്നാമതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീട്ടിൽ ഒരു കുടുക്ക സ്ഥാപിക്കുക. പൂജാമുറിയിൽ ഒരു കുടുക്ക വെക്കുക. കിട്ടുന്ന ചില്ലറ പൈസ മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുകയോ ചെയ്യുന്ന ബാക്കി വരുന്ന പൈസയൊക്കെ ആ കുടുക്കയിൽ കൊണ്ടുപോയി ഇടുക. ആ കുടുക്ക നിറയുന്ന സമയത്ത് അത് കൊണ്ടുപോയി ആ നടക്കൽ വെച്ച് ഭഗവതി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കുടുക്കയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പട്ട് വിരിച്ച് ആ പട്ടിൽ ചില്ലറ പൈസ ഇട്ടുവെക്കൂ. ആ പട്ട് നിറയുന്ന സമയത്ത് അതൊരു കിഴിയായി കെട്ടി കൊണ്ടുപോയി ആ നടക്കിൽ വെച്ചാലും മതി. ഇതാണ് മൂന്നാമതായിട്ട് ചെയ്തു നോക്കൂ. ഒരുപാട് പൈസയൊന്നും വേണ്ട. 1 വർഷം കൂടുമ്പോൾ അത് നിറഞ്ഞു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോൾ നിറഞ്ഞു കിട്ടിയാലും മതി. അത് കൊണ്ടുപോയി ആ നടക്കിൽ വെച്ച് ഒന്ന് സമർപ്പിച്ച് ഈ 3 കാര്യം കൃത്യമായിട്ടും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും തീരും. ഞാൻ എഴുതിത്തരാൻ പറ്റുന്ന ഇനി ലോകത്ത് മുഴുവനുള്ള ദേവന്മാരും നിങ്ങൾക്ക് എതിരെ നിന്നാൽ പോലും നിങ്ങളുടെ കുടുംബദേവത നിങ്ങൾക്ക് വേണ്ടി നിലംകൊള്ളും, നിങ്ങൾക്ക് വിജയം നേടിത്തരും എന്നുള്ളതാണ്. സത്യമുള്ള കാര്യമാണ് ഇത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്തു കൊടുക്കണം. ഈ വീഡിയോ എൻ്റെ ഒരു എളിയ അപേക്ഷയാണ്. കാര്യം പലരും ഇത് അറിവില്ലായ്മ കൊണ്ട്, അറിയാത്തത് കൊണ്ട്, ആരും പറഞ്ഞു കൊടുക്കാത്തതും കൊണ്ടുമാണ്. അവരുടെ കുറ്റമല്ല. അറിവില്ലായ്മ കൊണ്ട് കിടന്ന് വലയുന്നുണ്ട്. ആ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരും കാണണം. ചില കുടുംബക്ഷേത്രമൊക്കെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന സമയത്ത് നശിച്ചു കിടക്കുന്നത് കാണും. ആരും തിരിഞ്ഞു നോക്കാതെ ഒന്നും അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ കുടുംബം വഴികളിൽ എല്ലാം കിടന്ന് നരകിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കുടുംബക്ഷേത്രം അങ്ങനെയെങ്ങാനും
നശിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെയല്ല, വളരെ ചുരുക്കം പേർക്കൊക്കെ ഉണ്ട് അങ്ങനെ നശിക്കുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പറയുന്നു, നിങ്ങളെല്ലാവരും ആ കുടുംബമായിട്ട് ചേർന്ന് ആ കുടുംബക്ഷേത്രത്തിനെ ഒന്ന് വൃത്തിയാക്കി ഏറ്റവും മനോഹരമാക്കി അവിടെ ഒരു പൂജയൊക്കെ ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിഹാരദോഷങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഏറ്റവും മനോഹരമാക്കി ആ കുടുംബക്ഷേത്രം നിലനിർത്തൂ. അതിനെ ഏറ്റവും മനോഹരമാക്കി നിർത്തൂ. അതിൻ്റെ ഉയർച്ച നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ എല്ലാവരും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവത ആരാണ്, കുടുംബക്ഷേത്രത്തിന്റെ പേരെന്താണ്, അത് ആ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ആ ഒരു ദേവനോട് അല്ലെങ്കിൽ ആ ദേവതയോടുള്ള ഒരു ആദര സൂചകമായിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം കുടുംബക്ഷേത്രങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ക്ഷേത്രങ്ങളുണ്ട്, എത്രത്തോളം കുടുംബദേവന്മാരുണ്ട് എന്നുള്ളത്. ഒരേപോലുള്ള കുടുംബക്ഷേത്രങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും നോക്കി മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ തീർന്ന് അവസാനിക്കുന്നതിന് മുൻപ് ആ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ പേര്, കുടുംബക്ഷേത്രത്തിലെ ദേവതയുടെ പേര് ഒന്ന് പറയണേ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിവിൽ വെച്ചുകൊള്ളൂ. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.